السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل ونعوذ بك من النار وما قرب إليها من قول وعمل. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരെ, നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ വിഷയം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതൊരുപാട് നമ്മൾ പഠിക്കുകയും മനസ്സിരുത്തുകയും ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ ഹൃദയം എങ്ങാനും നന്നായി കിട്ടിയാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി തീരും. ഹൃദയം കേടുവന്നാൽ ബാക്കിയുള്ളതെല്ലാം കേടുവരും. അപ്പോൾ നമ്മൾക്ക് എന്താണ് അതിൽ കഴിയുക? നമ്മൾക്കതിൽ പരിശ്രമിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഹൃദയം ഉടമപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് പരിശ്രമിക്കാൻ മാത്രമേ ഈ വിഷയത്തിൽ കഴിയുകയുള്ളൂ. നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു നമ്മുടെ ഹൃദയം പരിശുദ്ധീകരിക്കും. അതല്ല, എല്ലാം കണ്ടും എല്ലാം കേട്ടും ഹൃദയത്തെ മലിനപ്പെടുത്താൻ തന്നെയാണ് നമ്മളുടെ തീരുമാനമെങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മളുടെ ജീവിതം. ഇന്ന് അഅ്മാൽ ഖുലൂബുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ റമദാനിലെ ഒരുപക്ഷെ അവസാനത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്ന അമല് അൽ ഖൗഫ് എന്നതാണ്. അൽ ഖൗഫ്, പേടി, അള്ളാഹുവിനോടുള്ള ഭയം. സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ പറഞ്ഞത് ഇഖ്ലാസും മുറാഖബത്തും ഇന്നലെ വറഉം മാത്രമേ, നമ്മൾ 3 മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 16ഓളം ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്കറിയാലോ, സമയപരിമിതിയുണ്ട്. ഇൻഷാ അല്ലാഹ് വേറൊരവസരത്തിൽ നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് അത് പഠിക്കണം. എല്ലാവരും പഠിക്കണം. നമുക്ക് ഖൗഫ്, അള്ളാഹുവിനോടുള്ള പേടി, ഈ കാലഘട്ടത്തിൽ ഖൗഫ്, ഇന്നലെ വറഅ് കുറവാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖൗഫും കുറവാണ്. അള്ളാഹുവിനോടുള്ള പേടി കുറവായതുകൊണ്ടാണ് ഒരുപാട് ഹറാമുകൾ ദുനിയാവിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ നിന്ന് വരെ തെറ്റുകൾ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിനോടുള്ള പേടി ഹൃദയത്തിൽ ഇല്ലാത്തതാണ്. ഹൃദയത്തിൽ അള്ളാഹുവിനോട് പേടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹറാമ് ചെയ്യുമായിരുന്നില്ല. നമ്മൾ വാജിബായ എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുമായിരുന്നു. ആ പേടി നമ്മൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അള്ളാഹു അമ്പിയാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞത്
വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു എന്നാണ്. അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുകയും ചെയ്യുന്നവരാണ്. സത്യം പറഞ്ഞാൽ റജാവ് പറഞ്ഞിട്ടാണ് പ്രതീക്ഷ, അള്ളാഹുവിൽ നമ്മൾ വെക്കേണ്ട പ്രതീക്ഷ പറഞ്ഞിട്ടാണ് പേടി പറയേണ്ടതെന്നാണ് നിയമം. അതാണ് അദബ്. ആദ്യം നമ്മൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. കാരണം പേടി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ്, പ്രതീക്ഷ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ്. നമുക്കിപ്പോൾ അവസാന ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിന്ന് പേടി തിരഞ്ഞെടുത്തത്. കാരണം പ്രതീക്ഷ നമുക്ക് പലപ്പോഴും ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ട് പ്രതീക്ഷ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ പലപ്പോഴും ഉണ്ട്. പക്ഷെ പേടിയാണൊരു ഇല്ലാത്തത്, പേടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രതീക്ഷയെ പറ്റി പറയുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പേടിയും പ്രതീക്ഷയും ഒരേപോലെ വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള പേടിയും വേണം, കൂടെ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും വേണം, രണ്ടും ഒപ്പമാണ്. ചില ആളുകൾ അള്ളാഹിനെ പേടിച്ച് പേടി കൂടി, പേടി നമുക്ക് ആവശ്യമായൊരു അതിനൊരു പരിധിയുണ്ട്. ഹറാം ഒഴിവാക്കുക, ഹലാല് ചെയ്യുക, മക്രൂഹ് ഒഴിവാക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്ത് ജീവിക്കുക എന്നുള്ളതിൽ പേടി മതി. അതൊന്നും പേടി കൂടിക്കഴിഞ്ഞാൽ, പേടിയെങ്ങാനും അത് നമുക്ക് അധികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നിരാശരാകും. ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, അള്ളാഹു എന്നാണ് രക്ഷപ്പെടുത്തൂല എന്ന് വിചാരിക്കും. നമുക്ക് പേടി നല്ല കൂടാൻ പാടില്ല, എന്നാൽ നല്ല പേടി വേണം. പേടി, ഖൗഫ് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം തന്നെ ഈ രൂപത്തിൽ പേടി എന്ന് തന്നെയാണ്. ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന്റെ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ തൊട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രത്യേകമായൊരു വികാരം, നമുക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാനുണ്ട്, അപ്പൊ അതിങ്ങനെ ആലോചിച്ച് മനസ്സിലുണ്ടാകുന്ന പ്രത്യേകമായ വികാരം എന്ന് വേണമെങ്കിൽ അതിന് പേടിക്കും സ്നേഹത്തിനൊന്നും താരീഫ് പറയാൻ പറ്റില്ല. നിർവചനം പറഞ്ഞാൽ എങ്ങനെ പറയാം, എന്താണ് പേടിന്ന് എങ്ങനെ നിർവചിക്കുക? വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി ഹൃദയത്തിലുണ്ടാകുന്ന പ്രത്യേകമായ ഒരു വികാരം, അതിനാണ് എന്ത് പറയാ, പേടി എന്ന് പറയുക. നമ്മളെ പേടി അങ്ങനെയാണ്, നമുക്ക് പലതിനെയും പേടിയാണ്. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ, അതെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടില്ല. അത് നമ്മളങ്ങനെ പല താരീഫുകൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രത്യേകമായ ഒരു ചലനവും പ്രത്യേകമായ ഒരു വികാരവുമാണ്, പ്രത്യേകമായ ഒരു വേദനയാണ് പേടി എന്ന് പറയുന്നത്. പേടിയും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖൗഫും ഹുസ്നും. ഹുസ്ന് പറഞ്ഞാൽ ദുഃഖമാണ്. ഒരാൾ ദുഃഖിക്കുന്നു, ഒരാൾ പേടിക്കുന്നു. സങ്കടം വരിക അല്ലെങ്കിൽ സങ്കടപ്പെടുക എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യത്തിലാണ് ഉണ്ടാവുക. പേടി എവിടെ ഉണ്ടാവുക? വരാനിരിക്കുന്ന കാര്യങ്ങളിലാണ് പേടി ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഖൗഫ്, ഖശിയത്ത് കുറച്ചും കൂടി ആലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന പേടിയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന പേടിയാണ്. അത് പേടിയുടെ തന്നെ ഏറ്റവും നല്ലൊരു വശമാണ് ഖശിയത്ത്. രണ്ടും വേണം. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പേടിയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ ആലിമീങ്ങളായ ആളുകളാണ് പേടിക്കുക. അപ്പോൾ അത് ഖശിയത്ത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞതാണ്. പിന്നെ പേടി, ഹൈബത്ത്, അങ്ങനെ കുറെ പദങ്ങള് പേടിയെ പറ്റി പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ അർത്ഥങ്ങളിലേക്കും അതിന്റെ വിശദീകരണങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല. നമുക്ക് പേടിയെ പറ്റി മാത്രം ചർച്ച ചെയ്യാം. ഖൗഫ് എപ്പോഴും നമുക്ക് പ്രതീക്ഷ കൂടിയേ തീരും. നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് പ്രതീക്ഷ വെക്കുകയും വേണം. അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി നമുക്ക് എപ്പോഴും വേണം. നമ്മൾ എങ്ങനെയാണ് നരകത്തിന്റെ ആയത്തുകൾ ഓതാറുള്ളത്? സത്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മൾക്ക് ചെറിയ വീഴ്ച എന്നല്ല വന്നിട്ടുള്ളത്, നമുക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. നമ്മൾ നരകത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പേടിനെ തോന്നില്ല. ചെറിയൊരു പേടിയൊക്കെ വരുന്നല്ലാതെ ഒരു നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പേടി, നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന ഒരു പേടി, നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പേടി, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന ഒരു പേടി നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. അതേപോലെ തന്നെ പ്രതീക്ഷയും വേണം അള്ളാഹുവിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഖൗഫ് എന്നുള്ള ആ കർമ്മത്തിന്റെ സ്ഥാനം എന്താണ്? അത് വലിയ സ്ഥാനമാണുള്ളത്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, തഖ്വ ഉണ്ടെങ്കിൽ അയാൾക്ക് പേടിയുണ്ടാവും. ഈമാനുണ്ടോ അയാൾ അള്ളാഹിനെ പേടിക്കുക തന്നെ ചെയ്യും. ഈമാൻ ഇല്ലേ അയാൾ അള്ളാഹിനെ പേടിക്കൂല. അപ്പൊ നമ്മുടെ ഈമാനിന്റെ ഒരു അടയാളമാണ് അള്ളാഹുവിനെ നമ്മൾ പേടിക്കുക എന്നുള്ളത്. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെ പേടിക്കണം. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, ഫലാ തഖ്ശൗൻ നാസ വഖ്ശൗൻ,
ജനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ പേടിച്ചോളൂ എന്ന് വലിയൊരു പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്തിട്ടുള്ളത്. മലക്കുകളെ പറ്റി അല്ലാഹ് പറഞ്ഞപ്പോൾ മലക്കുകൾ പേടിയുള്ളവരാണ്. മലക്കുകൾ അല്ലാഹനെ പേടിക്കും. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. പിന്നെ അമ്പിയാക്കളുടെ വിശേഷണം പറഞ്ഞപ്പോൾ നബിമാരൊക്കെ അല്ലാഹനെ പേടിക്കുന്നവരാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവിൽ നിന്നുള്ള പ്രബോധന ദൗത്യത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നവരാണ്. വയഖ്ശൗനഹു, അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരെയും അവർ പേടിക്കുകയുമില്ല. ഇതൊക്കെ നല്ല വിശ്വാസികളുടെ ഗുണമാണ്. നമ്മൾ അല്ലാഹുവിനെ ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. ഈമാൻ മൻ ഖശിയല്ലാഹ ബിൽ ഗൈബ്, നമ്മൾ അല്ലാഹനെ കാണാഞ്ഞിട്ടും അല്ലാഹനെ പേടിക്കുന്നു. എങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹ് പറഞ്ഞതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പേടിയുണ്ടല്ലോ, ഇതാണ് ഈമാൻ, ശരിക്കും ഈമാൻ. അത് ഈമാനിന്റെ പ്രധാനപ്പെട്ട അടയാളമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ് വിശ്വാസികളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഖുർആന്റെ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ, ഹിദായത്ത് കിട്ടുള്ളൂ, എപ്പോഴും കിട്ടും. അതാർക്കാണ്? മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലാഹനെ പേടിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. അത് ഈമാനിന്റെ അനിവാര്യമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരാൾക്ക് എത്ര ഈമാൻ ഉണ്ടോ അതനുസരിച്ച് അവൻ അല്ലാഹനെ പേടിക്കും. ഞാനിപ്പോ ഒരാളുടെ നമ്മൾക്കൊക്കെ ആ പേടി സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഒരു കഥ, ഒരു വിദ്യാർത്ഥി അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. നല്ല സ്വാലിഹായ ഒരു വിദ്യാർത്ഥി അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. കേട്ടതാണ്. അപ്പോ അവന് അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കാൻ അവസരം ഉണ്ടായി. ആ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഉപ്പയും മകളും താമസിച്ചിരുന്നു. ഒരു പെൺകുട്ടിയും അവരുടെ കുടുംബക്കാരൊക്കെ താമസിച്ചിരുന്നു, വീട്ടുകാർ താമസിച്ചിരുന്നു. ഇവൻ എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുന്ന ആളാണ്, ദീനുള്ള ആളാണ്. ഈ പെൺകുട്ടിക്ക് ഇവനോട് താല്പര്യമായി. സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സുകൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ്, ഇഷ്ടം വന്നു. അപ്പോ ഒരു ദിവസം രാത്രി നല്ല മഴയൊക്കെ ഉള്ള ഒരു രാത്രി പെട്ടെന്ന് ഇവന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളക്ക് കത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകം കിതാബ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവന്റെ വാതിലിൽ ആരോ മുട്ടി. തുറന്നു നോക്കുമ്പോ ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഇവനോട് പറഞ്ഞു, മഴയാണ്, വീട്ടിലെല്ലാരും ഇറങ്ങി, ഇന്നൊന്ന് ഉള്ളിൽ കയറ്റണം എന്നർത്ഥത്തിൽ പറഞ്ഞു. ഇവളുടെ ഉദ്ദേശം വേറെ. അപ്പൊ പെൺകുട്ടി എന്തായാലും ഓനെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ഉള്ളിൽ കയറി. അപ്പൊ പെൺകുട്ടി ഇവനെ മോശത്തിലേക്ക് പ്രേരിപ്പിക്കാണ്. അപ്പൊ ഇവൻ ആ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് വിരല് വെച്ചിട്ട് കരഞ്ഞു എന്നാണ്. വിരല് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. വിരല് വെച്ചിട്ട് ഈ കുട്ടി കരഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, അള്ളാന്റെ നരകത്തിന്റെ തീ നിനക്ക് താങ്ങാൻ കഴിയോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് അള്ളാഹിനോടുള്ള പേടി കൊണ്ട് ഉണ്ടായതാണ്. നമുക്ക് ഈ പേടിയാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെട്ട് പോകുന്നത്. പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മൾ അള്ളാഹിനെ മറക്കുന്നു. നമുക്ക് അള്ളാഹുവിനോട് മനസ്സിൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്നതാണല്ലോ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. കണ്ടോ, അവർ അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ, അള്ളാഹു എന്ന് പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം കിടുങ്ങും. അത് പേടിയുടെ ഒരു ഭാഗമാണ്. വജിൽ എന്ന് പറയും. പേടി തന്നെയാണത്. അപ്പോ
ഒരാളുടെ ഈമാൻ ശരിയാവണമെങ്കിൽ വരെ അവൻ അള്ളാഹുവിനോടുള്ള പേടി ആവശ്യമാണ്, പ്രതീക്ഷയുമാണ്. പറയാം രണ്ടൊപ്പാണ് കൊണ്ടുപോകേണ്ടത്. പേടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത്. പേടി വേണം, നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഒരു സ്ഥാനം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഖൈറിലാണ്. അസ്ലു കുല്ലി ഖൈരിൻ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്താണ്? അൽ ഖൗഫു മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്, ഭയപ്പാടാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹിനെ എപ്പോഴും പേടി വേണം. നമ്മളൊരു വീടിന്റെ ഉദാഹരണം എടുത്താൽ, ആ വീടിന്റെ ഉടമസ്ഥൻ ആ വീട് നോക്കാതെ ആണെങ്കിൽ, ആ വീട് ഒരു റൂമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ വീട് നശിച്ചു പോകും, അല്ലെങ്കിൽ പുല്ല് മുളച്ച് കാടൊക്കെ കയറിയിട്ടുണ്ടാകും വീട്. നമ്മൾ വീട് തീരെ ഉപയോഗിക്കാതായാലും, ഒരാളുടെ ഹൃദയത്തിൽ പേടിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അങ്ങനെയൊക്കെ നശിച്ചു പോകും, കേടന്നു പോകും. ഒരു വീടിനോട് ഉപമിച്ചാൽ നമ്മുടെ ഹൃദയത്തെ, ആ വീട്ടിൽ നമ്മൾ ആ പേടി എന്നുള്ള ആൾ താമസിച്ചിട്ടില്ല എങ്കിൽ ആ വീട് കേടന്നു. അപ്പൊ നമ്മുടെ ഹൃദയം നന്നാകാനും ശുദ്ധിയാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അള്ളാഹിനെ പേടിക്കുക എന്നുള്ളത്. അള്ളാഹിനോടുള്ള പേടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരാളൊരു കാഴ്ച കാണുമ്പോൾ, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ, ഗെയിം കളിക്കാണ്, സമയം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അയാൾ ആലോചിക്കുന്നില്ല അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹിനോടൊരു പേടി തോന്നുന്നില്ല. നിസ്കാരം ഒഴിവാക്കുന്നുണ്ടല്ലോ, പേടി തോന്നുന്നില്ല. നിസ്കാരം ഒഴിവാക്കിയാലും പേടി തോന്നുന്നില്ല. ഇനി ഒരാള് നോമ്പ് തോന്നില്ല, അയാൾക്ക് പേടി തോന്നുന്നില്ല. ഒരാൾ കള്ളു പിടിക്കാണ്, പേടി തോന്നുന്നില്ല. ഒരാൾ ഹറാമ് ചെയ്യാണ്, വേണ്ടാത്തത് കാണുകയാണ്, കേൾക്കാണ്, പേടി തോന്നുന്നില്ല. ഇതൊക്കെ വലിയ ശിക്ഷയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടിരുന്ന വലിയൊരു ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹുവിനോടുള്ള പേടി എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉദാഹരണം പറഞ്ഞതാണ്. ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. ഈമാനിന്റെ ഉപമയാണെന്നാണ്. ഒരു നല്ല മരം. ഫൽ ഈമാൻ അശ്ശജറത്തു ത്വയ്യിബ, അതിന്റെ വേരാണ് ഇഖ്ലാസ്. അതിന്റെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അതിന്റെ ശാഖയാണ് അള്ളാഹുവിനോടുള്ള പേടി. നമ്മുടെ നല്ല ഈമാൻ, ഉറച്ച ഈമാൻ, ഇഖ്ലാസോട് കൂടിയുള്ള ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള പേടി രൂപാന്തരപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കണ്ടില്ലേ നമ്മൾ ഇന്നലെ ഓതിയ ആയത്ത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരെങ്കിലും തന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ആ മഖാമിനെ പേടിച്ചാൽ അവന് രണ്ട് സ്വർഗമുണ്ട്. രണ്ട് സ്വർഗം, ജന്നതാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, അത് ആർക്കാണ്? തന്റെ രക്ഷിതാവിനെ പേടിക്കുന്നവർക്കുള്ളതാണ് ഈ ഒരു അള്ളാഹുവിന്റെ തൃപ്തി എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ ഖശിയത്തുള്ളവർക്കാണത്. നമ്മൾ അള്ളാഹു പടച്ചത് തന്നെ ഈ ഒരു ഖശിയത്ത് നമ്മളിൽ ഉണ്ടാകാനാണ്. അള്ളാഹുവിനോടുള്ള പേടി എന്നുള്ള സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നരകത്തെ പറ്റി എന്തിനാണ് അള്ളാഹു പരാമർശിച്ചത്? നമ്മളത് കേൾക്കുമ്പോൾ അള്ളാഹിനെ പേടിക്കും, നമ്മുടെ ഹൃദയത്തിനൊരു സൗന്ദര്യം ഉണ്ടാകും. ഖുർആൻ ഓതിയിട്ടും നരകത്തിനെ പറ്റിയിട്ടുള്ള ആയത്തുകൾ ഓതിയിട്ട് നമുക്കൊന്നും തോന്നണില്ല. നമ്മളിപ്പോഴും തറാവീഹ്ക്ക് ഇമാം എപ്പോഴാണ് നിർത്താന്നാണ് ആലോചിക്കണം. എപ്പോഴാണ് തറാവീഹ്ക്ക് ഇമാം നിസ്കാരം നിർത്തുക, എന്നാണ് ഇപ്പൊ ഇത് കഴിയുക, ഇത് തീരുന്നില്ലല്ലോ എന്ന ചിന്തയാണ്. ചില ആളുകൾ ഖുർആന്റെ ആയത്തുകളിലൂടെ കടന്നു പോവാണ്, സ്വർഗ നരകങ്ങളുടെ ആയത്തുകളിലൂടെ കടന്നു പോവാണ്. അപ്പൊ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു പേടിക്കാണ്, അള്ളാഹുവിനോടുള്ള പേടി ഹൃദയത്തിൽ വരികയാണ്. അപ്പൊ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് നരകത്തെ പറ്റി പറഞ്ഞതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പേടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സഖൂം എന്ന വൃക്ഷത്തെ പറ്റി പരിചയപ്പെടുത്തിയത്, ലൊരി എന്ന ഭക്ഷണത്തെ പറ്റി, ആ കള്ളിമുൾച്ചെടിയെ പറ്റി പരിചയപ്പെടുത്തിയത്, ഹമീം എന്ന ചുട്ടുപഴുത്ത വെള്ളത്തെ പറ്റി പരിചയപ്പെടുത്തിയത്, നരകത്തിലെ ചെങ്ങലകളെ പറ്റി പരിചയപ്പെടുത്തിയതൊക്കെ ഈ പേടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ പിന്നെ നമ്മൾക്കത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ഈ പേടി നമ്മൾക്ക് കാണാം. സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ഈ പേടി നമ്മൾക്ക് അവിടെ വായിച്ചെടുക്കാൻ പറ്റും. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്ന പേടി. ഞാനിതിങ്ങനെ വായിച്ചു പോയപ്പോൾ ഈ കിതാബിൽ പേടിയെ പറ്റി ഏകദേശം താബിഈങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പേടിയെ പറ്റി നഖല് ചെയ്ത് 68 സംഭവങ്ങളാണ്. 68 സംഭവങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളത്. നമുക്ക് ഫുള്ള് വായിക്കാനൊന്നും സമയമില്ല, ഞാൻ പറയാം, അവസാന ഭാഗത്തുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ഈ പേടി കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, രണ്ടാളും സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ ആസ് സ്വഹാബിയാണ്,
നമ്മൾ ഇന്നലെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് ദിവസം നോമ്പോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ സ്വഹാബി അദ്ദേഹം പറഞ്ഞു, ലാ അജ്മഅ ദംഅതൻ മിൻ ഖശിയത്തില്ലാഹി അസ്സ വജൽ അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദഖ ബിഅൽഫി ദീനാർ. 1000 ദീനാർ കൊടുത്ത്, സ്വർണ്ണനാണയങ്ങളാണ് ദീനാർ അല്ലെ, 1000 ദീനാർ കൊടുത്ത് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിനെ പേടിച്ച് എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീയലാണ്. എന്നാലോചിച്ചൊക്കെ, നമ്മുടെ കണ്ണിൽ നിന്ന് അള്ളാഹിനെ പേടിച്ച് നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ട്, എത്ര കരഞ്ഞു. നമ്മള് ഈ റമദാൻ മാസത്തിൽ കരഞ്ഞിട്ടുണ്ടോ? ശരിക്ക് നമ്മൾ കരച്ചു വന്നിട്ടുണ്ടോ? ശരിക്കും ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ട് റബ്ബിനെ പേടിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഒക്കെ പേടിയുടെ അടയാളമാണ്. അതേപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടം അതാണ്. ലികുല്ലി ശൈഇൻ സീന. ഹാത്തിമുൽ അസ്വം എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ പറയാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഹദീസ് വിജ്ഞാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ പഠിക്കലുണ്ട്. ഹാത്തിമുൽ അസ്വം അദ്ദേഹം പറയുന്നു, ലികുല്ലി ശൈഇൻ സീന, എല്ലാ കാര്യത്തിനും ഒരു അലങ്കാരമുണ്ട്. വസീനത്തുൽ ഇബാദത്തി അൽ ഖൗഫ്. ആരാധനയുടെ സൗന്ദര്യമാണ് അള്ളാഹിനോടുള്ള പേടി. ആരാധനയുടെ സൗന്ദര്യമാണ്, അള്ളാഹിനോടുള്ള സ്നേഹം വേണം, അള്ളാഹിനോടുള്ള പ്രതീക്ഷയും വേണം, കൂടെ അള്ളാഹിനോടുള്ള പേടി വേണം. ഇത് ആരാധനയുടെ ഇബാദത്തിന്റെ സൗന്ദര്യമാണ്. നമ്മളെപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഒരു വസിയത്ത് കൊടുത്തത് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു, ലാ തസ്ഹബന്നൽ ഫാജിറ, നീ തമ്മാടിയോട് കൂട്ടുകൂടരുത്. ഫതഅല്ലമ ഫുജൂറഹു, അപ്പോൾ അവന്റെ തമ്മാടിത്തം നീ പഠിക്കും. വഅ്തസിൽ അദുവക വഹ്ദർ സദീഖക ഇല്ലൽ അമീൻ, നീ എപ്പോഴും നിന്റെ ശത്രുവിൽ നിന്ന് വിട്ടു നിൽക്കണം. നിന്റെ കൂട്ടുകാരിൽ വിശ്വസ്തന്മാരെ മാത്രം നീ കൂട്ടുകൂടണം. അമീൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിക്കുന്നവരാണ്, അള്ളാഹിനെ പേടിക്കുന്നവരാണ്, അള്ളാഹിനെ പേടിക്കുന്നവരാണ്, അള്ളാഹിനെ പേടിക്കുന്നവരാണ് വിശ്വസ്തർ. അവർ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അവർ പേടിക്കും, അവര് നന്നായി നിസ്കരിക്കുന്നവരാണ്. നീ തെറ്റ് ചെയ്യരുതെന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കണം. അതേപോലെ തന്നെ നീ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ തഖ്വ, അവർക്ക് അള്ളാഹിനെ പേടിട്ടോ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ, എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലെങ്കിലും അത് കണ്ടിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. ഒരിക്കലും എല്ലാവരുടെയും കൂട്ട് നീ കൂടരുത് എന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും. പേടി വല്ലാത്തൊരു ദർജയുള്ള സംഭവം തന്നെയാണ്. ഇനി ഖുർആനിലും സുന്നത്തിലും പേടിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹിനെ പേടിക്കണം എന്ന് പറഞ്ഞതിനെ പറ്റി എത്രയോ ആയത്തുകളും ഹദീസുകളും നമുക്ക് പറയാനുണ്ട്. കുറച്ച് മാത്രം ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ പേടിക്കണം എന്ന് അല്ലാഹു കൽപ്പിക്കുന്ന എത്രയോ ആയത്തുകൾ കാണാം ഖുർആനിൽ, എത്രയോ ആയത്തുകൾ. നമ്മൾ അങ്ങനെ തന്നെ അത് ഓതണം. സൂറത്ത് ആൽ ഇംറാനിൽ, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അവരെ പേടിക്കണ്ട, നിങ്ങൾ എന്നെ പേടിക്കണം, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അതേപോലെ സൂറത്തുൽ അഅറാഫിൽ, വദ്ഉഊഹു ഖൗഫൻ വതമആ, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ? പേടിച്ചുകൊണ്ടും അള്ളാഹുവിൽ കൊതിച്ചുകൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. സൂറത്തുൽ അഅറാഫിൽ തന്നെ, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫ, അല്ലാഹുവിനെ ദിക്ർ എടുക്കണം, അല്ലാഹുവിനെ ഓർക്കേണ്ടതും പേടിച്ചുകൊണ്ടാണ്, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഒതുങ്ങിക്കൊണ്ടാണ്. പിന്നെ സൂറത്തുൽ അഹ്സാബിൽ, വല്ലാഹു അഹഖു അൻ തഖ്ശാഹ്, ജനങ്ങളെ പേടിക്കേണ്ട നബി അള്ളാഹു ആണ്, നിങ്ങൾ പേടിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. വഇയ്യായ ഫർഹബൂൻ, സൂറത്തുൽ ബഖറയിൽ കാണാം, നിങ്ങൾ എന്നെ മാത്രം പേടിക്കണം. ഫലാ തഖ്ശൗന്നാസ വഖ്ശൗൻ, സൂറത്തുൽ ലുഖ്മാനിലുണ്ട് ഇത്, വത്തഖൂ റബ്ബക്കും ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു വാപ്പാക്കും മകനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പരലോകത്തെ ആ ദിവസത്തെ പറ്റി നിങ്ങൾ പേടിക്കണം, നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണം എന്നൊക്കെ കാണാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പേടിയുള്ളവരെ പറ്റി നമുക്ക് പറഞ്ഞുതരും. അള്ളാഹിനെ പേടിച്ച് ഖുർആൻ കൊണ്ട് ഉപകാരം എടുക്കുന്ന ആളുകളെ പറ്റി നമുക്ക് പറഞ്ഞുതരും. നമുക്ക് എത്ര ആയത്തുകളുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ പേടിക്കുന്നവർ മാത്രമേ ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയും. അള്ളാഹിനെ പേടിക്കുന്നവർക്ക് മാത്രമേ ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ഒരു ഓത്തായിരിക്കും. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞു, ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ പേടിക്കുന്നവരെ ഖുർആൻ കൊണ്ടങ്ങ് ഉപദേശിക്കണം നബിയെ. അപ്പൊ നബി ഉപദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ വഈദിനെ പേടിക്കുന്നവരാണ്, അവർക്കാണ് ബാക്കിയുള്ളവരെല്ലാവർക്കും ഒറ്റ ദഅവത്ത് മതി, ഇവർക്കാണ് ഓർമ്മപ്പെടുത്തേണ്ടത് ഇടക്കിടക്ക്.
അള്ളാഹിനെ പേടിക്കുന്നവർക്കാണ് ഖുർആൻ കൊണ്ട് കാര്യം ഉണ്ടാവുക. അത് അള്ളാഹിനെ പേടിക്കുന്നവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും, തൊലികൾ വരെ കിടുങ്ങും എന്ന് കാണാം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മഥാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. കണ്ടോ, അല്ലാഹു ഖുർആന്റെ വിശേഷണം പറയാണ്. മുതശാബിഹാണ്, മഥാനിയാണ്, ആവർത്തിച്ച് വരുന്ന ഖുർആനാണ്. അതേപോലെ തന്നെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന ഖുർആനാണ്, വീണ്ടും വീണ്ടും നമ്മളെ ഓതുന്ന ഖുർആനാണ്. അത് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ വരെ അതുകൊണ്ട് വിറകൊള്ളുന്നതാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, പിന്നെ അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലേക്ക് ലോലമാവുന്നതാണ് എന്ന് പേടിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. നബിയോട് ഉപദേശിക്കാൻ പറഞ്ഞു, വൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം. നബിയെ ഇതുകൊണ്ട് അങ്ങ് താക്കീത് ചെയ്യണം. ആരെ? അല്ലദീന യഖാഫൂന, പേടിക്കുന്നവരെ, അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക് തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ഒരുമിച്ച് കൂടപ്പെടുമെന്നും പേടിക്കുന്നവരെ അങ്ങ് ഉപദേശിക്കണം. അവർക്കാണ് ഇതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആയത്തുകൾ കാണാം. അള്ളാനെ പേടിക്കുന്നവർക്കേ ഖുർആൻ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ പേടി ഉണ്ടാക്കിയെടുക്കണം. പേടി നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഖുർആനിൽ കാണുന്ന വേറൊരു സംഭവമാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗുണമാണ് പേടി എന്ന് പറയാം. വല്ലദീന യസ്ലൂന മാ മറല്ലാഹു ബിഹി അൻ യൂസൽ, അള്ളാഹു ചേർക്കപ്പെടണമെന്ന് പറഞ്ഞതിനെ ചേർത്തവർ. വയഖ്ശൗന റബ്ബഹും, അവർ തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുന്നവർ. വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണയൊക്കെ പേടിക്കുന്നവർ. നല്ല ആളുകളുടെ ഗുണമാണ്. അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, നമ്മൾ ഓതി. ഇന്നഹും കാനൂ, നബിമാരെ പറ്റി പറയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഇതൊക്കെ പേടിയുള്ളവരുടെ ഗുണമാണ്. അത് അള്ളാഹിന്റെ മുഅ്മിനീങ്ങൾക്കാണ്. മലക്കുകളെ പറ്റി നമ്മൾ നേരത്തെ ഓതി, മുഅ്മിനീങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, പള്ളികൾ കൊണ്ട് നടക്കേണ്ടത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാത്ത വആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. ഈ ഗുണമുള്ളവരൊക്കെയാണ് പള്ളിനെ കൊണ്ട് നടക്കേണ്ടത് എന്ന് അല്ലാഹു പറഞ്ഞു. പിന്നെ അവർക്കാണ് ദുനിയാവിൽ ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാവുക. ഏറ്റവും നല്ല പര്യവസാനം അവർക്കാണ് ഉണ്ടാവുക. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ ഖുർആനിൽ കാണാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. വലിയ കൂലിയുണ്ട് അവർക്ക്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു പുറത്തു കൊടുക്കും. അതാരാണ്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ദൃശ്യത്തിലും അദൃശ്യത്തിലും ഒക്കെ അല്ലാഹുവിനെ പേടിച്ചവരാണ്. ഗൈബിൽ അല്ലാഹുവിനെ പേടിച്ചവരാണ്. അതാണ് കൂടുതൽ പണി. പ്രത്യക്ഷത്തിൽ ആളുകൾ കാണുമ്പോൾ പേടിക്കാൻ എല്ലാവർക്കും പറ്റും. രഹസ്യ ജീവിതത്തിൽ പേടിക്കാനാണ് പണി എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ പേടിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലും ഒരുപാട് ഹദീസിൽ പേടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ മരിക്കാൻ കിടക്കവേ, യുവാവായിരുന്നു, മരിക്കാൻ കിടക്കവേ നബി അയാളുടെ അടുത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ അയാളോട് ചോദിച്ചു, നബി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കൈഫ തജിദുക്? അപ്പൊ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ട്. ഇന്നി അർജുല്ലാഹ് ഇന്നി അഖാഫു ദുനൂബി, ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയുണ്ട്. രണ്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി, ഈ സന്ദർഭങ്ങളിൽ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരാളുടെ ഹൃദയത്തിൽ, ഒരടിമയുടെ ഹൃദയത്തിൽ അല്ലാഹു ഈ രണ്ട് കാര്യവും ഒരുമിച്ച് കൊടുക്കുകയില്ല. ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജൂഹു, അവൻ കൊതിക്കുന്നത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. വ ആമനഹു മിമ്മാ യഖാഫ്, ഇങ്ങനെ രണ്ട് കാര്യം മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിലുള്ള പ്രതീക്ഷ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. മാത്രല്ല
അവൻ എന്തിനെയാണോ പേടിച്ചത് അതിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം കൊടുക്കുകയും ചെയ്യും എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പേടിയുള്ളവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ നമ്മൾ ഓതേണ്ട ഒരു ഹദീസാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഒരാള് മുമ്പുണ്ടായിരുന്ന ഒരാൾ ബനൂ ഇസ്രായേൽ പെട്ട ആളാണെന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു അയാൾക്ക് സമ്പത്ത് നൽകി, മക്കളെ നൽകി. മരിക്കാനെത്തിയ സമയത്ത്, മരണം അദ്ദേഹത്തെത്തിയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു, ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? നല്ല ഉപ്പയായിരുന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കള് പറഞ്ഞു നല്ല ഉപ്പയായിരുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു നന്മയൊന്നും ചെയ്തിട്ടില്ല, ഞാന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കത്തിച്ച് കളഞ്ഞേക്കുന്ന് പറഞ്ഞു. കത്തിച്ച് കളഞ്ഞേക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ കത്തിച്ച് കളഞ്ഞേക്കെന്ന് പറഞ്ഞു. പഠിച്ചു ഞാൻ പിന്നെ എന്നിട്ട് കരിക്കട്ടയായി കഴിഞ്ഞാൽ അത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, പൊടിച്ചു കളയണം. എന്നിട്ട് കാറ്റ് വരുന്ന സമയത്ത് ആ പൊടി, ചിതാഭസ്മം എന്നൊക്കെ പറയില്ല, അതിങ്ങനെ കാറ്റത്ത് ഇട്ട് കളയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. അങ്ങനെ അവരതുപോലെ ചെയ്തു, വാപ്പാൻ അതേപോലെ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഖുൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ കാറ്റ് കൊണ്ടതൊക്കെ തിരിച്ചു കൊടുത്ത് ഇയാളെ പിന്നെയും അള്ളാഹ് തിരിച്ച് പടക്കാൻ അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു അയാളോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അള്ളാഹുവേ നിന്നെ പേടിച്ച് ചെയ്താണ്, പേടിയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു എന്നാണ്. അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹിനെ മാത്രമേ പേടിക്കാവൂ. നമുക്ക് പ്രകൃതാലുള്ള പേടി മാറ്റി നിർത്തിയാൽ ഇബാദത്താകുന്ന, ആരാധനയാകുന്ന പേടി അള്ളാഹിനെ മാത്രമേ പേടിക്കാവൂ. വേറെ ആരും പേടിക്കരുത്, വേറെ ആരും പേടിക്കാൻ പാടില്ല. പ്രകൃതത്തിൽ നമുക്ക് ചില ആളുകൾക്ക് പ്രാണികളെ പേടിക്കാൻ, ഈ ഫോബിയകളൊക്കെ ഉണ്ടല്ലോ, ഫോബിയ എന്താ പറയാ, പ്രാണികളെ പേടിയേക്കും, പൂച്ചനെ പേടിയേക്കും, അങ്ങനത്തെ. അതേപോലെ തന്നെ ചിലർക്ക് മനസ്സിൽ ചില ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ടാവും. ഇത് പ്രകൃതാലുള്ള പേടികൾ ഒഴിച്ചു നിർത്തിയാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരു പേടിനെ പറ്റിയൊക്കെ പറയണ്ടല്ലോ, പാമ്പ് നിലത്ത് വടി നിലത്തിട്ടോ പാമ്പായപ്പോ ചെറിയൊരു പേടി വന്നു. ഇതൊക്കെ പ്രകൃതാൽ ഉണ്ടാകുന്ന പേടിയാണ്. എന്നാൽ ഇബാദത്താകുന്ന പേടി അള്ളാഹുവിനോട് മാത്രമേ നമ്മൾക്ക് പറ്റുകയുള്ളൂ എന്നാണ് ഖുർആനും ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ പേടിയാണോ അള്ളാഹിനോട് സ്നേഹമാണോ വേണ്ടത്? അതാണ് നമുക്ക് പേടിയാണോ വേണ്ടത്, സ്നേഹം? രണ്ടും വേണം, രണ്ടും വേണം. പേടി വേണം, സ്നേഹം വേണം. ഏതാണ് ഏറ്റവും നല്ലത് ചോദിച്ചാൽ സ്നേഹമാണ് ഏറ്റവും നല്ലത്. കാരണം പേടി ഒരു പരിധി വരെ മതി. പേടി നമുക്ക് എപ്പോഴും ആവശ്യം. ഹറാം നമ്മൾ അള്ളാഹിനെ പേടിച്ച് നമ്മൾ ഹറാം ഒഴിവാക്കുന്നു, അള്ളാഹിനെ പേടിച്ച് നമ്മൾ വാജിബാത്ത് കൃത്യമായി ചെയ്യുന്നു, അള്ളാഹിനെ പേടിച്ച് നമ്മൾ മക്രൂഹാത്ത് വരെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുന്നു, മുസ്തഹബാത്ത് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ഏതാണ്? പക്ഷെ സ്നേഹം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പൊ സ്നേഹത്തിനാണ് പ്രാധാന്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൽ മഹബ്ബത്തു അഫ്ളലു മിനൽ ഖൗഫ്. പക്ഷെ പേടിക്ക് സ്ഥാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ഇനി പിന്നെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന പേടികളിൽ നമ്മൾ ദീനിയായിട്ട് നമുക്ക് പേടിക്കേണ്ട ഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ പേടിക്കാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട്, അനുവദിക്കപ്പെട്ട പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത മേഖലകളുണ്ട്. ഒന്നാമത്തേത് അള്ളാഹ് നമുക്ക് ശറഅാക്കിയ പേടി, അള്ളാഹുവിനോടുള്ള നമുക്ക് ഒരു ആരാധ്യനോട് തോന്നുന്ന പേടിയുണ്ടല്ലോ, നമുക്ക് ഉപകാരം ലഭിക്കുക, ഉപദ്രവം നമ്മളെ തടയുക, ഇങ്ങനെയുള്ള പേടി, അവന്റെ ശിക്ഷയെ പേടിക്കുക. അങ്ങനെ ഈ പേടിയൊക്കെ നമുക്ക് അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. അത് വാജിബായ പേടി, എല്ലാവർക്കും ഇത് ഉണ്ടാകണം, അള്ളാഹിനോടുള്ള പേടി. പിന്നെ മുസ്തഹബായ പേടി എന്ന് പറഞ്ഞാല് നമ്മൾ പേടിച്ചിട്ട്, നമ്മൾ ഇന്നലെ മുറാഖബത്ത് പറഞ്ഞതുപോലെ, അതേപോലെ വറഅ് പറഞ്ഞതുപോലെ സുന്നത്തായ ഒരു ഭാഗം, വലിയൊരു ദർജ എന്താന്ന് വെച്ചാൽ, ഇയാൾക്ക് വാജിബുണ്ട്, സുന്നത്തുണ്ട്. ഇയാള് അള്ളാഹുവിനെ പേടിച്ച് ഹറാമുകളൊക്കെ ഒഴിവാക്കി വാജിബാത്തൊക്കെ ചെയ്യുന്നുണ്ട്, കൂടെ മുസ്തഹബാത്തൊക്കെ ചെയ്യുന്നുണ്ട്, മക്രൂഹാത്ത് വരെ അദ്ദേഹം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ പേടിയും നല്ല പേടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ചില പേടികളുണ്ട്, അത് ഹറാമായ പേടിയാണ്, പേടിക്കാൻ പാടില്ല. അതിൽ ഒന്നാമത്തെ ഇനം, ഒരാൾ പേടിച്ച് അള്ളാഹുവിൽ നിരാശനാവുക. അള്ളാഹ് എന്നെ രക്ഷിക്കൂല, ഇനി ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോയാൽ മതി, ഞാൻ എത്ര കാലം ഇങ്ങനെയല്ലേ ജീവിച്ചത്, ഇനി ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചാൽ മതി, പടച്ചോനെ വെറുതെ വിടാൻ ചാൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത്ര കാലം എങ്ങനെ പോയോ അങ്ങനെ തന്നെ ഇനിയുള്ള കാലവും പോട്ടെ. അപ്പൊ നിരാശ ഉണ്ടാകുന്ന പേടി അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പിന്നെ ചില ആളുകൾ ജനങ്ങളെ പേടി,
അള്ളാഹുവിന്റെ രണ്ടാമത്തെ ഇനാണ്, അതും ഹറാമാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ജനങ്ങളോടുള്ള പേടി തടയുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അവിടെ നിസ്കരിച്ച ആളുകൾ എന്താ വിചാരിക്കാം, അതേപോലെ തന്നെ ഞാനിപ്പോ അവരോട് പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ ഉള്ളല്ലേ എല്ലാവരും എന്താ വിചാരിക്കുക. അപ്പൊ ചില ആളുകൾക്ക് ദീന് നടത്താൻ ആൾക്കാരെ പേടി, അത് ഹറാമായ പേടിയാണ്, പാടില്ല. എന്നിട്ട് പിന്നെ ജനങ്ങളെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അള്ളാഹു അയാളെ പരലോകത്ത് ആക്ഷേപിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അയാളുടെ തൗഹീദിലും ഈമാനിലൊക്കെ ഉള്ള കുറവാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും പേടിക്കാതെ ജീവിക്കുക, അത് വലിയ ദർജയാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അങ്ങോട്ട് എത്തിക്കട്ടെ. ആരെയും പേടിക്കാതെ ജീവിക്കുക, പ്രത്യേകിച്ച് ദീന്റെ വിഷയത്തിൽ ആരെയും പേടിക്കാതെ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ പേടിച്ചാൽ അത് ഹറാമായ പേടി തന്നെയാണ്. നമുക്ക് നമ്മുടെ ദീന്റെ വിഷയത്തിൽ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ എന്നെ 7 കാര്യങ്ങൾ ഉപദേശിച്ചു. അതിലൊന്നെന്താണ്? വാമറനി, എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചു, അല്ലാ അഖാഫ ഫില്ലാഹി, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ പേടിക്കരുത്, ലൗമത ലായിമിൻ, ഒരു ആക്ഷേപകന്റെയും ലൗമത്തിന് ആക്ഷേപത്തെ ഞാൻ പേടിക്കരുത്, എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഗുണമാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്, ഹറാമാണ്. അള്ളാഹിന്റെ വിഷയത്തിൽ ആളുകളെ പേടിക്കുന്നത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നു. ചില ആളുകൾ പറയലുണ്ട്, അറിയോ, ആ വർത്താനം പാടില്ലെന്നാണ്. ഇങ്ങനത്തെ അള്ളാഹു നിന്നെ പേടിക്കുന്നവരെ എനിക്ക് പേടിയില്ല, പക്ഷെ നിന്നെ പേടിക്കാത്തവരാണ് എനിക്ക് പേടി. അയാളൊരു സാഹിത്യം പറഞ്ഞേക്കാരം, നിന്നെ പേടിക്കാത്തവർ എനിക്ക് ഭയങ്കര പേടി, ആൾ എന്തും ചെയ്യും. അള്ളാഹിനെ പേടിയുള്ളവർ എനിക്ക് പേടിയില്ല, പക്ഷെ അള്ളാഹിനെ പേടില്ല, അങ്ങനെ പോലും പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹിനെ പേടിച്ചാൽ മതിയല്ലോ. ആ വർത്താനം തെറ്റാണ്, ആ സംസാരം തെറ്റാണ്. ഏതാ വാക്ക്? അള്ളാഹുവേ നിന്നെ പേടിക്കുന്നവരെ എനിക്ക് പേടിയൊന്നുമില്ല, നിന്നെ പേടിക്കാത്ത ആളുകളെയാണ് എനിക്ക് പേടി. നമ്മളെന്തിനാ പേടിക്കണം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഏറ്റവും സ്ഥാനാർക്ക് അള്ളാഹിനെ പേടിക്കുന്നവർക്കല്ലേ. അപ്പൊ അത് നമ്മൾ പേടിക്കണം. ഇനി അവസാനത്തത് ഹറാമായ പേടിയിൽ അവസാനത്തത് ഷിർക്കായ പേടി. ചില ആളുകളിൽ നിന്ന് പേടിക്കാണ്, എനിക്ക് ഇയാളിൽ നിന്ന് വല്ല ഉപദ്രവം കിട്ടുമോ, ഈ ഏലസിൽ നിന്നോട് എനിക്ക് ഈ ജാറത്ത് പോയിട്ടില്ലെങ്കിൽ ആ വലിയന്റെ കുരുത്തക്കേട് എനിക്ക് തട്ടുമോ, അങ്ങനെയൊക്കെ പേടി. അത് ഷിർക്കായ പേടിയാണ്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ വളർത്തിയത് അങ്ങനെയല്ല. നമ്മൾ അള്ളാഹിനെ മാത്രം പ്രതീക്ഷിച്ചും അള്ളാഹിനെ മാത്രം പേടിപ്പിച്ചുമാണ് റസൂലുള്ളാഹി നമ്മളെ വളർത്തിയത്. നമ്മൾ അങ്ങനെ തന്നെയാണ് വളരേണ്ടത്. നമ്മൾ വേറെ അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിക്കുന്നില്ല. എനിക്ക് ഇന്നാളെന്ന് ഉപദ്രവം തട്ടോ, ഇത് തട്ടോ, ഇന്ന വലിയന്റെ കുരുത്തക്കേട് തട്ടോ, ഇന്ന തങ്ങളെ കുരുത്തക്കേട് തട്ടോ, അങ്ങനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് വ്യക്തികളെയും ശക്തികളെയും ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ രൂപത്തിൽ പേടിക്കുക, അത് പറ്റൂല. അതേപോലെ ഖബറാളിയെ പേടിക്കുക, അല്ലെങ്കിൽ വിഗ്രഹത്തെ പേടിക്കുക, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അള്ളാഹിന്റെ വിഷയത്തിൽ ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സംഭവം ഉണ്ടല്ലോ, അതിലൂടെ പേടിക്കുക. ആ പേടി ഹറാമായ പേടിയാണ് എന്ന്, അത് ശിർക്കായ പേടിയാണ്. അള്ളാഹു നമ്മളെ വെറുതെ വിടൂല ആ വിഷയത്തിന്റെ പേരിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ വിഗ്രഹങ്ങളെ പേടിക്കുന്നത് പോലെ, ഖബറാളികളെ പേടിക്കുന്നത് പോലെ അവരെ പേടിക്കുന്നത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കുക. അത് ശിർക്കായ പേടിയാണ്. പിന്നെ അനുവദിക്കപ്പെട്ട പേടി അതേതാ? അത് നമ്മൾ പ്രകൃതാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന പേടി എന്നുള്ളതാണ്. പ്രകൃതാലെ നമുക്ക് ചില ആളുകൾക്ക് കള്ളന്മാരെ പേടി ഉണ്ടാവും, പാമ്പുകളെ പേടി ഉണ്ടാവും, ചില ആളുകൾക്ക് വന്യമൃഗങ്ങളെ പേടി ഉണ്ടാവും, ചില പ്രത്യേക ജീവികളെ പേടി ഉണ്ടാവും. അത് മദ്മൂമൊന്നുമല്ല, അത് ചിലപ്പോൾ വേറൊരു വിഷയത്തിൽ വരും. ചില ആളുകൾക്ക് പേടിക്കണ്ട, അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല, എന്നാലും പേടിക്കാണ്. അങ്ങനത്തെ പേടിയൊക്കെ ചിലപ്പോൾ അയാളുടെ ദുർബലതയായി കണക്കാക്കപ്പെട്ടേക്കും. പക്ഷെ അതെന്തല്ല, ദീനുമായി ബന്ധപ്പെട്ട ഒന്നല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതിലുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പേടിയുടെ ദറജ. നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരാള് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ വിട്ടു നിൽക്കുകയും, ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് വാജിബായ കാര്യങ്ങൾ ചെയ്യുകയും, ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മക്രൂഹായ കാര്യങ്ങൾ വരെ വിട്ടു നിൽക്കുകയും, ഒരാൾ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് സുന്നത്തായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്താൽ അതാണ് ഏറ്റവും നല്ല പേടി എന്ന് നമ്മൾക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരാണ്. പിന്നെ ചില 3 വിഭാഗം പേടിയാണ്. ചില ആളുകളുടെ പേടി ഭയങ്കര അള്ളാഹിനോടുള്ള പേടിയായിട്ട് പറയണം. അള്ളാഹുവിനോടുള്ള പേടി 3 ഇനമാണ്. അള്ളാഹുവിനോടുള്ള പേടി 3 ഇനമാണ്. അതെങ്ങനെയൊക്കെ? ഒന്ന്, വളരെ ദുർബലമായ പേടി. പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയൊക്കെ ഉണ്ട്, എന്നാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിസ്കരിക്കൂല, നോമ്പ് നോൽക്കൂല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
അത് ഉള്ളതും ഇല്ലാത്തൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ചില ആളുകളുടെ പേടി നല്ല കവിയായ ശക്തമായ പേടിയായിരിക്കും. ആ പേടിന്റെ പ്രത്യേകത അയാളാണ് എഴുന്നേറ്റ് നിസ്കരിക്കും, അയാൾ നേരെ കൃത്യസമയത്ത് പള്ളിക്ക് പോകും, അയാളുടെ അദബുണ്ടാകും, അയാളുടെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും, ഹറാമെന്ന് വിട്ടു നിൽക്കും, അതിൽ നിന്ന് ഓടിപ്പോകും. ഈ പേടി നല്ല പേടിയാണ്. മൂന്നാമത്തെ ഒരു പേടി എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു നേരത്തെ, എങ്ങനെ നിരാശയിലേക്ക് എത്തിക്കുന്ന പേടി. അള്ളാഹ് കഴിച്ചിലാക്കൂലല്ലേ, അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ ഹറാമിലോട്ട് പോവാ. അത് ഹറാമായ പേടിയുമാണ് എന്നും നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ പേടി ഉണ്ടാകൂല. ഇനി നമുക്ക് പേടിക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ അള്ളാഹുവിനോടുള്ള പേടിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അള്ളാഹിനെ പേടിക്കുക? അത് അള്ളാഹുവിന്റെ നാമവിശേഷണ ഗുണങ്ങൾ പഠിക്കുക. പിന്നെ നമ്മളുടെ തഖ്സീർ ആലോചിക്കുക, ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിക്കുക. ഇത് രണ്ടും പേടിക്ക് കാരണമാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹിനെ പേടിക്കുക. രണ്ട്, നമ്മൾ ചെയ്ത തെറ്റുകൾ ആലോചിച്ച് അള്ളാഹിനെ പേടിക്കുക. ഇത് രണ്ടും പേടിയാണ്. രണ്ടും പാടെ ജമഅ് ചെയ്ത് ഒരുമിപ്പിച്ച് പോകലാണ് നല്ലത്. രണ്ടും വേണം നമുക്ക്. അള്ളാഹുവിനെ ആലോചിച്ച് അള്ളാഹിനെ മനസ്സിലാക്കി അള്ളാഹിനെ പേടിക്കലാണ് ഏറ്റവും നല്ല ദറജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുന്നത് കണ്ടില്ലേ? രാത്രി നിസ്കാരം ദീർഘമായ നിസ്കാരം കാണാം. എന്താണ് റസൂലുള്ള നിസ്കരിക്കാൻ കാരണം? അള്ളാഹിനെ പേടിയിട്ട് റസൂലുള്ളാഹിക്ക്. നമുക്കതില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇനി അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അള്ളാഹിനെ പേടി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ. ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പേടി ഉണ്ടാകാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹു അല്ലാത്തവരോടുള്ള പേടി ഹൃദയത്തിൽ നിന്നാണ് കഴുകി ഒഴിച്ചു നിർത്തി നമ്മളുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് നിറക്കുക. അപ്പൊ നമുക്ക് പല വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ രണ്ട് പാനീയങ്ങൾ ഒപ്പം നിൽക്കൂല. സുറുക്കിയും പാലും ഒരേ പാത്രത്തിൽ നമുക്ക് ഒഴിക്കാൻ കഴിയൂല, രണ്ടു കേടുന്നു എന്നല്ലാതെ. അപ്പൊ നമ്മള് സുറുക്ക മാറ്റി പാലൊഴിക്കേണ്ടി വരും കഴുകിയിട്ട്. ഇതേപോലെയാണ് അള്ളാഹിനോടുള്ള പേടിയും മറ്റുള്ളവരുടെ പേടിയും ഒപ്പം നിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉള്ളത്. ഇനി മറ്റൊരു മാർഗം, രണ്ടാമത്തെ ഒരു മാർഗം, ഖുർആൻ ഇങ്ങനെ ഓതുക, അള്ളാഹിനെ കുറിച്ച് പേടിക്കുക, ഖുർആൻ ഇങ്ങനെ ആലോചിക്കുക. കുറെ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ പേടി വരും. നമ്മൾ നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ് അതിന് തെളിവ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു ഗുണം. നമ്മൾ സൂറത്ത് മറിയമിൽ കാണാം, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്യപ്പെട്ടാൽ അവർ സുജൂദിലായി കരഞ്ഞുകൊണ്ട് വീഴുന്നതാണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിന് വേണ്ടി കരഞ്ഞതൊക്കെ കാണാം, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞത് കാണാം, ചിലപ്പോൾ അള്ളാഹിനെ പേടിച്ച് കരഞ്ഞത് കാണാം, ഖുർആൻ ഓതി കരഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ സന്ദർഭങ്ങൾ പഠിക്കുമ്പോൾ അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ നമ്മൾ ആലോചിച്ച് നബി തങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, നമ്മളോടുള്ള താല്പര്യത്താൽ കരഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ കേട്ട് നബി തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഖുർആൻ കേട്ട് നബി കരഞ്ഞിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അത് കരച്ചിൽ വരുന്നില്ല. അത് അള്ളാഹുവിനോടുള്ള ആഗ്രഹത്തിന്റെയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെയും അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെയും ഒക്കെ അടയാളമാണ്. അള്ളാഹുവിനോടുള്ള പേടിയുടെയും ഖശിയത്തൊക്കെ ചേർത്ത് കാണ്ടുള്ള നബിയുടെ ഇബാദത്താണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, എത്ര യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ശിബ്ത, അങ്ങക്ക് നര വന്നിട്ടുണ്ടല്ലോ. ഫഖാല ശയ്യബത്നി ഹൂദുൻ വൽവാഖിഅതു വൽമുർസലാതു അമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. ഈ സൂറത്തൊക്കെ ഓതിയിട്ടാണ് എനിക്ക് നര വന്നത്.
ചില ആളുകൾ പേടിച്ച് ഖുർആൻ ഓതി പേടിച്ച് അവരുടെ മനസ്സൊരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തും. നബിക്ക് ഓതി എന്താ പറയാ, ഈ പ്രായമായി എന്ന് വയസ്സായ പോലെ അതായത് ഈ സൂറത്തുകൾ ഓതിയിട്ടാണ്. നമ്മൾ ഈ സൂറത്തുകൾ നിരന്തരം ഓതുന്ന സൂറത്തുകളാണ്. നമുക്ക് ഇതുകൊണ്ടൊന്നുമില്ല, വലിയ പ്രയാസം തോന്നണില്ലെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടൂല എന്നാണ് അർത്ഥം. റസൂലുള്ളാഹിന്റെ പോലെ അല്ല നമ്മൾ എന്നർത്ഥം. അപ്പൊ ഖുർആന് ചിന്തിക്കേണ്ട പോലെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ വെറുതെ ഓതുക എന്നുള്ളതല്ല, കുറച്ചെങ്കിലും ഭാഗം അർത്ഥറിഞ്ഞ് മനസ്സിലാക്കി ഓതുക. അപ്പൊ നമുക്ക് പിന്നെ നല്ല ഉപകാരം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. ഇബ്നു തൈമിയ്യക്ക് സ്വർഗത്തിൽ പോകാൻ ഈ ശിഷ്യൻ മാത്രം മതി എന്നാണ് പറയുന്നത്. ഇബ്നു തൈമിയ്യക്ക് സ്വർഗത്തിൽ പോകാൻ ഇബ്നുൽ ഖയ്യിം മാത്രം മതി, അത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ലൈസ ശൈഉൻ അൻഫഉ ലിൽ അബ്ദി ഫീ മആശിഹി വ മആദിഹി വ അഖറബു ഇലാ നജാതിഹി മിൻ തദബ്ബുരിൽ ഖുർആൻ. ഒരടിമക്ക് തന്റെ ദുനിയാവിയായ ജീവിതത്തിലും അതേപോലെ തന്നെ ഉഖ്റവിയായ ജീവിതത്തിലും അവന്റെ രക്ഷയ്ക്ക് ഏറ്റവും അടുത്തതുമായ ഏറ്റവും ഉപകാരമുള്ളതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആന് ആലോചിച്ചോതലാണ്. അതിലിങ്ങനെ ദീർഘമായി ചിന്തിക്കുക ഖുർആൻ ആലോചിച്ചിട്ട്. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തഫക്കുർ എടുത്ത് ചിന്തിക്കുക, ഒറ്റാലോചിക്കാനും പറ്റിയിട്ട്. അപ്പോ നമ്മൾ എപ്പോഴും ഖുർആനിലെ സ്വർഗത്തെ പറ്റിയുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കും. എപ്പോഴും ഖുർആനിലെ നരകത്തെ പറ്റിയുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ നല്ലോണം പേടിക്കും. അത് നല്ലൊരു ഗുണമാണ്. എല്ലാവർക്കും അത് ലഭിക്കുകയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും ഈ സൂറത്തുകൾ, നമ്മൾ പല സൂറത്തുകളും ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പേടിക്കും. നമ്മളുടെ അവസ്ഥ എന്താകുന്ന ആലോചിച്ച് പേടിക്കും. ഇനി നോക്കുക, മൂന്നാമത് അള്ളാഹുവിനെ പേടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുക, കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹിന്റെ നാമവിശേഷണ ഗുണങ്ങളാണ് പഠിക്കുക. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ പേടിക്കുന്നവർ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്, അറിവുള്ളവരാണ്, അള്ളാഹിനെ കുറിച്ച് അറിവുള്ളവരാണ്. അപ്പൊ ഒരു ചോദ്യം, ചിലപ്പോൾ പണ്ഡിതന്മാരെക്കാൾ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ പേടിക്കാത്തവരും. പല ആളുകളും അറിവ് പഠിച്ചിട്ട് അള്ളാഹ്ക്ക് എതിര് ചെയ്യാണ് ചെയ്യുക. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൽമു പഠിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരാണ് അധികവും. കണ്ടോ, ആ ആലിമു കണ്ടോ, അയാൾ ഇങ്ങനെയല്ലേ, അയാളെന്നല്ലേ ജാറത്തൊക്കെ പ്രോത്സാഹിപ്പിക്കല്ലേ, അയാളൊക്കെ ഇപ്പൊ ദീൻ പഠിച്ചതല്ലേ, അപ്പൊ എങ്ങനെ ഈ ആയത്തായിട്ട് ഒത്തുപോവുക? അത് ശരിയായ ഇൽമല്ല, കിട്ടേണ്ട പോലെ ഇൽമ കിട്ടിയിട്ടില്ല, അതൊക്കെ ജഹൽ തന്നെയാണ്. ഇൽമാകണമെങ്കിൽ അള്ളാഹിനെ പേടിക്കണം എന്നാണ്. ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് അള്ളാഹിനെ പേടിക്കലാണ്. ഇൽമ ഹാസിലാക്കിയ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിനെ പേടിക്കലും അള്ളാഹിനെ ആലോചിക്കലുമാണ്. ഇപ്പൊ നമ്മൾ ദർസിൽ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ അറബി കോളേജിൽ പഠിക്കുന്നവരുണ്ടാകും, അതേപോലെ ദീൻ പഠിച്ചവരുണ്ടാകും. അറിവാകണമെങ്കിൽ അള്ളാഹിനെ പേടിക്കണം, അല്ലെങ്കിൽ അത് അറിവല്ല. എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം അള്ളാഹുവിനെ പേടിക്കും. എത്രത്തോളം അള്ളാഹുവിനെ പേടിക്കുന്നു അത്രത്തോളം അള്ളാഹിനെ അറിവുണ്ടാകും. രണ്ടും അങ്ങനെ തന്നെയാണ്, രണ്ടും മുഖാരനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ഒരാള് നല്ല രൂപത്തിൽ അള്ളാഹിനെ പഠിച്ചാൽ അയാൾക്ക് ഒരിക്കലും അഹങ്കരിക്കാത്തൊരു ജീവിതം അയാൾക്ക് കിട്ടും. അഹങ്കരിക്കാത്തൊരു ജീവിതം വലിയ തൗഫീഖാണത്. അറിവുണ്ടാകും. അറിവ്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പേടിക്കാൻ കാരണം എന്താ? ദുനിയാവിൽ ഏറ്റവും അറിവുള്ളത് റസൂലാണ്. ഏറ്റവും അറിവുള്ളവർ അള്ളാഹിനെ ഏറ്റവും നന്നായി പേടിക്കുക തന്നെ ചെയ്യും. നമ്മൾ അള്ളാഹിനെ പേടിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ദുനിയാവിലെ ഏറ്റവും വലിയ ജാഹിലീങ്ങൾ നമ്മളാണ്. നീ വാലിമും ജാഹിലും മാത്രമാണ്. ജാഹിലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയവനും നീയാണ്. എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഇൽമുണ്ടായാൽ അള്ളാഹിനെ പേടിക്കുന്നു കാണാം. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പഠിച്ച അല്ലെങ്കിൽ ആനന്ദത്തോടെ പഠിച്ച ഒരു കവിതയാണ് വഹാസിലുൽ ഇൽമി മാ ഉംലി സിഫാതി ലഹു ഫസ്ഗി സമഅക വസ്തൻസിതി ലാ കലിമി. ഒരു ഇൽമു ഹാസിലാക്കിയ ഒരാളുടെ വിശേഷണം അത് കേൾക്കണോ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. വദാക ലാ ഹിഫ്ദുകൽ ഫുതിയാ ബിഅഹ്റൂഫിഹാ വലാ ബിതസ്വീദികൽ ഔറാഖ ബിൽ ഹുമമി. അതെന്താണ്? അത് എന്തല്ല, കുറെ ഫത്വകൾ അപ്രകാരം തന്നെ ഹിഫ്ലാക്കലല്ല. ചിലപ്പോൾ ഹിഫ്ലാക്കൽ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മനപ്പാടാക്കൽ, അത് വേണം.
അതേപോലെ തന്നെ കുറെ എഴുതിയെടുക്കലും അല്ല, നല്ല എഴുതിയെടുക്കേണ്ട ഇൽമുണ്ടാവാൻ വേണം, എഴുതിയെടുക്കലും വേണം. ഞാൻ പറഞ്ഞു തുടക്കത്തിലൊക്കെ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. എഴുതിയെടുക്കണം, അതൊക്കെ ഇൽമിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ ഇൽമിന്റെ ഭാഗമാണെങ്കിൽ ഇതൊന്നുമല്ല ഇൽമിന്റെ ശരിയായ വിശേഷണം. അതേപോലെ തന്നെ നീ കുറെ ഫത്വ കൊടുത്തിട്ട് ഇങ്ങനെ ആണ് അല്ല അതെ എന്ന് പറയലല്ല, നീ ആളുകളുടെ മുമ്പിൽ ഒരു മജ്ലിസിൽ ഇരുന്നിട്ട് വലിയ ശൈഖായി ഇരിക്കൽ, ഇതൊന്നുമല്ല ഇൽമ്. വലാ ബിഹംലി ഷഹാദാത്തിൻ മുസഖറഫത്തിൻ മിൻ സുഖ്റുഫിൽ ഖൗലി മൻസൂരിൻ വമിൻ നദ്മി. കുറെ ആളുകൾ നിന്നെ പുകഴ്ത്തി, വലിയ സംഭവമാണ്, കുറെ ആളുകൾ നിനക്ക് കവിത പറഞ്ഞ് നിനക്ക് കുറെ സർട്ടിഫിക്കറ്റ് തന്ന് അലങ്കാര വാക്കുകൾ, ഇതൊന്നുമല്ല ഇൽമ്. ബൽ ഖശിയത്തുല്ലാഹി ഫീ സിർരിൻ വഫീ അലനി ഫഅലം ഹിയൽ ഇൽമു കുല്ലുൽ ഇൽമി ഫൽതസിമി. പിന്നെന്താണ് ഇൽമ്? പിന്നെന്താണ് അറിവ്? അള്ളാഹിനെ പേടിക്കാൻ പറ്റുക, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ പേടിക്കാൻ പറ്റിയാൽ അതാണ് അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ അറിയുന്നു അത്രത്തോളം നമ്മൾ അള്ളാഹിനെ പേടിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇടക്കിടക്ക് വായിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഇടക്കിടക്ക് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനോട് പേടിയുണ്ടാകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആള്, ഞാൻ എത്ര വലിയ അറബി കോളേജിൽ പഠിച്ച ആളാണെങ്കിലും, എത്ര വലിയ കിതാബ് ഓതിയ ആളാണെങ്കിലും, ഫത്ഹുൽ ബാരി വായിച്ച ആളാണെങ്കിലും, അള്ളാഹിനെ ധിക്കരിക്കുന്ന ആള് ജാഹിലാണ്. കുല്ലു ആസിൻ ലില്ലാഹി ഫഹുവ ജാഹിലുൻ. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരൊക്കെ ജാഹിലീങ്ങളാണ്, അറിവില്ലാത്തവരാണ്. വകുല്ലു ഖായിഫിൻ മിൻഹു. അള്ളാഹുവിനെ പേടിക്കുന്നവരെല്ലാം ഫഹുവ ആലിമുൻ മുതീഉൻ ലില്ലാഹ്. അറിവുള്ളവരാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. അപ്പൊ എത്രത്തോളം നമ്മൾക്ക് അറിവുണ്ട് അറിവില്ല തീരുമാനിക്കുക അള്ളാഹിനോടുള്ള പേടിയാണ്. നമുക്ക് അള്ളാഹുവിനോട് നല്ല അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ നന്നായി പേടിച്ചിരുന്നു. നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ പേടിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതാണ് ഈ ആയത്തിന്റെ അർത്ഥമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ ചില ആളുകൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവരെന്താ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നത്? അവർ പഠിച്ചത് ഇൽമായിട്ടില്ല. ഇൽമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൽമാകണമെങ്കിൽ അള്ളാഹിനെ പേടിക്കുക തന്നെ ചെയ്യണം എന്ന് കാണാം. ഇതൊക്കെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇന്നമാ സുമ്മു ജുഹാലൻ ലിമആസിഹിം. എന്തുകൊണ്ട് അവർക്ക് അറിവില്ല എന്ന് വിളിച്ചു? അവരുടെ തെറ്റുകൾ കൊണ്ടാണ് അവർ അറിവില്ല എന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് എന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇൽമുണ്ടാകാനുള്ള അടുത്ത ഒരു മാർഗം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കല് നമുക്ക് പേടിയുണ്ടാകും. നമ്മൾ മരണത്തെക്കുറിച്ച് ഇടക്കിടക്ക് ആലോചിക്കുക. അപ്പൊ നമുക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല പേടിയുണ്ടാകും. മരണത്തെക്കുറിച്ച് ആലോചിക്കുക, നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പേടിക്കുക തന്നെ ചെയ്യും. കരയും. നമ്മൾ എന്താണ് ഇത്ര കാലം ഉണ്ടാക്കിയെടുത്തത്? നമ്മുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? നമ്മുടെ നോമ്പ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഹൃദയം വിശുദ്ധമായിരുന്നോ? അള്ളാഹു നോക്കുമ്പോൾ ചളികളും കറകളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഗീബത്തും നമീമത്തും എല്ലാ ചപ്പ് ചവറുകളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഇങ്ങനെ കുറേ റീല് കണ്ടതും ഷോർട്സ് കണ്ടതും അങ്ങനെ കുറേ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് എല്ലാ ചെറുതും എല്ലാ തോന്നിവാസവും നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവ്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം, ഇങ്ങനെ മുന്തിയ സാധനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലതാനും. നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് അള്ളാഹിനെ പേടി ഉണ്ടാകും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ഒക്കെ ശരിയാണത്. ദുനിയാവിൽ ചില ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് കാണിക്കുമ്പോൾ പേടിക്കുക. ഭൂമി കുലുക്കം, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുക, അതേപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കങ്ങളും സുനാമികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ ശിക്ഷകളെ പറ്റി ആലോചിക്കൽ വലിയൊരു കാര്യമാണ്. റസൂലുള്ളാഹിക്ക് ഗ്രഹണസ്കാരം വരുമ്പോൾ റസൂലുള്ളാഹിന്റെ പേടികൾ കാണാം. റസൂൽ എത്രയോ കരഞ്ഞു ദുആ ചെയ്യും. കാരണം അള്ളാഹുവിന് നമ്മളെ നശിപ്പിക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയും. അതൊക്കെ എല്ലാവർക്കും കിട്ടൂല, അള്ളാഹു തൗഫീഖ് കൊടുത്തവർക്ക് മാത്രമാണ് കിട്ടുക. പിന്നെ പ്രാർത്ഥിക്കട്ടോ, അള്ളാഹു എനിക്ക് പേടി തരണേ എന്ന് പ്രാർത്ഥിക്കുക. നബി തങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, നല്ല വരിയാണ്, അല്ലാഹുമ്മ ഖസിം ലനാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വീതം തരണേ, അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക, അള്ളാഹുവേ നിന്റെ പേടിയിൽ നീ ഞങ്ങൾക്ക് വിഭജിച്ചു തരണേ, മാ യഹൂലു ബൈനനാ വ ബൈന മആസീക, ഞങ്ങളെയും ഞങ്ങളുടെ തെറ്റുകളെയും ഇടയിൽ മറയിടുന്ന പേടി തരണേ. അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക
മാ യഹൂലു ബൈനനാ വബൈന മആസിക്. ആ പേടിയാണ് കിട്ടേണ്ടത്. നമ്മൾക്ക് അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടുക്കുന്നതായ പേടി നമുക്ക് കിട്ടിയാൽ സുന്ദരമായ ജീവിതം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. പിന്നെ നബി തങ്ങളുടെ പ്രാർത്ഥനയിൽ കാണാം, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ വംകുർലി വലാ തംകുർ അലയ്യ റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക. ഞാൻ ഇവിടെ ചിലപ്പോൾ ചില ക്ലാസിന്റെ ഒക്കെ തുടക്കത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലലുണ്ട്. റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക ദക്കാറൻ ലക റഹാബൻ ലക മിത്വാഅൻ ലക മുഖ്ബിതൻ ഇലൈക അവ്വാഹം മുനീബാ. അല്ലാഹുവേ, നീ എന്നെ ശക്കാറാക്കണേ, ധാരാളമായി ശുക്ർ എടുക്കുന്ന അടിമയാക്കണേ. ലക ദക്കാറൻ, നിന്നെ ധാരാളമായി ഓർക്കുന്ന, ദാക്കിറല്ല ദക്കാർ, ധാരാളമായി ഓർക്കുന്ന ആളാക്കണേ. ലക റഹാബൻ, നിന്നെ ധാരാളമായി പേടിക്കുന്നവനാക്കണേ. ലക മിത്വാഅൻ, നിന്നെ ധാരാളമായി അനുസരിക്കുന്നവനാക്കണേ. ലക മുഖ്ബിതൻ, നിനക്ക് ധാരാളമായി വിനയപ്പെടുന്നവനാക്കണേ. ഇലൈക അവ്വാഹം മുനീബ, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാക്കണേ, ധാരാളമായി ഖേദിച്ച് മടങ്ങുന്നവനാക്കണേ. ഈ പ്രാർത്ഥന പഠിച്ചിക്കണ? അറിയോ ഈ പ്രാർത്ഥന? പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു എന്നെ റഹാബാക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഈ തെറ്റുകൊണ്ട് പഠിച്ചവൻ്റെ മുമ്പ് ചെന്ന എന്തേക്കാരം നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കുക. കുറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേടി നമ്മൾ കാണാൻ പറ്റും, സ്വഹാബത്തിന്റെ പേടി നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിപ്പിക്കുകയും അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ പേടി ഇട്ട് തരികയും ചെയ്യുന്നവരെ പറ്റിയൊക്കെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക. നല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാർ, സിനിമാ കഥ പറയുന്ന കൂട്ടുകാരല്ല. തോന്നിവാസങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അത് കണ്ടോ ഇത് കണ്ടോ, നമ്മളെ വീട് വലിപ്പിക്കുന്ന കൂട്ടുകാരല്ല. നമ്മളെ കള്ളുടിപ്പിക്കുന്ന കൂട്ടുകാരല്ല. നമ്മളെ കഞ്ചാവ് വലിപ്പിക്കുന്ന കൂട്ടുകാരല്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിപ്പിക്കുന്ന കൂട്ടുകാരെ കുറിച്ചൊക്കെ അവരുടെ അടുത്തിരുന്നാൽ നമ്മൾക്ക് പേടിയുണ്ടാകും. അവരുടെ കൂടെ ഇരുന്ന് നമ്മളിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, ഇതൊക്കെ വലിയ അടയാളമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നതിൽ ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് വായിച്ചൊരു ഭാഗം ഇത് നമ്മൾ ഇനിയും പറയാൻ കേട്ടോ. ഇതൊരു വലിയ കടലാണ്. അമൽ ഖുലൂബ് എന്ന് പറഞ്ഞാല് ചെറുതൊന്നല്ല, അത് വലിയ സംഭവമാണ്. ഇന്ന് വായിച്ചതിൽ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു ഭാഗം പറഞ്ഞുതരാം. അതായത് നമ്മൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്, അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ടാണത്, നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് നമ്മളുടെ വാക്കുകൾ എപ്പോഴും നല്ല വാക്കുകളാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നല്ല പ്രവർത്തനങ്ങളാകണം, നമ്മുടെ അവസ്ഥകൾ രഹസ്യവും പരസ്യവും എപ്പോഴും നല്ല രൂപത്തിലാകണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായി 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊന്ന്, പ്രധാനമായി 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അവസ്ഥകൾ നന്നാവാൻ, നമ്മുടെ ഹൃദയം നന്നാവാനൊക്കെ, നമ്മുടെ അഖ്വാലുകളും നമ്മുടെ അഫ്ആലുകളും നമ്മുടെ അഹ്വാലുകളും ഒക്കെ നന്നായി തീരാൻ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന തോന്നലുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ തിന്മ നമ്മുടെ മനസ്സിൽ പലപ്പോഴും തോന്നും, തിന്മ ചെയ്യാൻ, തിന്മയോടുള്ള പ്രേരകങ്ങൾ. ആദ്യം അത് ചെറിയൊരു ചിന്തയായിരിക്കും. അത് ശൈത്വാൻ നമ്മുടെ ഹൃദയത്തിലിടുന്ന വിത്താണ്. പിന്നെ ശൈത്വാൻ അത് നനച്ച് അത് നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ആക്കും. പിന്നെ അത് നമ്മുടെ തീരുമാനമാവും. പിന്നെ നമ്മളത് ചെയ്തു പോകും. അപ്പൊ നമ്മുടെ മനസ്സിൽ എത്ര ക്ലാസ് കേട്ടാലും എത്ര വാദിട്ടാലും ശൈത്താൻ ഇങ്ങനെ വിത്തിടും, ഓരോ വിത്തുകൾ കൊടുത്തിടും. അപ്പൊ അത് ആദ്യം തന്നെ മുളയിലേ നുള്ളിയാൽ നമുക്ക് രക്ഷപ്പെടണം. തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നമ്മൾ ചെയ്തേ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിൽ മോശപ്പെട്ട കാര്യങ്ങൾ ശൈത്താൻ കൊടുത്തിടുമ്പോ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മൾ പലപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഖേദിക്കുക. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഹൃദയം നന്നാവാൻ, നമ്മുടെ അവസ്ഥകൾ നന്നാവാൻ ശൈത്താൻ ആ വിത്തിടുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതിന് പകരം നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമായ വിത്തുകൾ നടുക. രണ്ടൊപ്പം ശ്രദ്ധിക്കണം. ഈമാനിക ഖുറാന്റെയും ഹദീസിന്റെ ഒക്കെ അധ്യാപനങ്ങൾ മനസ്സിലിങ്ങനെ സുഖിട്ട് അതിങ്ങനെ വളർത്താം, നനച്ച് വളർത്തി മരാക്കുക. അല്ലെങ്കിൽ ശൈത്താൻ ഓന്റെ വിത്ത് നനച്ച് മരാക്കും. നമ്മുടെ ഹൃദയത്തിൽ തിന്മകൾ കൂട്ടുകൂടും അല്ലെങ്കിൽ കൂടുകൂട്ടും. അപ്പൊ നമ്മുടെ ഈമാനികമായ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടും. ഇതാണ് ഒന്നാമതായി ചെയ്യണം. ചുരുക്കി പറയാം, ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെ വിത്തുകൾ പാകുക.
അപ്പൊ നമ്മുടെ അവസ്ഥകൾ നന്നാവും. ശൈത്താൻ വിത്തിടുമ്പോ തന്നെ ചെറിയൊരു തോന്നൽ വരുമ്പോ തന്നെ അതൊന്ന് വിട്ടുക. ഇല്ലെങ്കിൽ ആ തോന്നൽ പിന്നെ ചെറിയ ചെറിയ ചിന്തകളാകും. ആ ചിന്തകൾ വന്ന് ചില ഉദ്ദേശങ്ങളാകും. ആ ഉദ്ദേശങ്ങൾ പിന്നെ തീരുമാനങ്ങളാകും. അത് ഉറച്ച തീരുമാനങ്ങളാകും. അത് പ്രവർത്തനങ്ങളായി പുറത്തേക്ക്. ഒരാള് ചിലപ്പോ അയാള് ഹറാമൊന്നും മനസ്സിലുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ദീന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഹറാമുണ്ടാവില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയ ചിന്ത, ഇനി കുറച്ചു നേരം പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുക, അല്ലെങ്കിൽ കുറച്ചു നേരം അങ്ങനെ ഒന്ന് ഉപയോഗിക്കുക, അങ്ങനെ ചെറിയ ചെറിയ ചിന്തകളില്ല. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പോവും, പിന്നെ പോയി തിന്മയാവും. അപ്പൊ അതാണ് ആ വിത്തിടുമ്പോ തന്നെ സൂക്ഷിക്കുക. രണ്ടാമത്തെ മാർഗം, രണ്ടാമത്തെ വഴി, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ റെഡിയായി ജീവിക്കുക. എപ്പോഴും അള്ളാഹിനെ കണ്ടുമുട്ടാൻ റെഡിയായി ജീവിക്കുക. നമ്മൾ എന്തായാലും അള്ളാഹിനെ കാണണം, നമ്മൾ എന്തായാലും അള്ളാഹിന്റെ അടുത്തേക്ക് എത്തും. ഈ രണ്ട് ചിന്തകളിലും രക്ഷപ്പെട്ടു. അള്ളാഹിനെ കണ്ടുമുട്ടാൻ വേണ്ടി അതിനുവേണ്ടി ഇപ്പൊ തന്നെ ഒരുങ്ങി ജീവിക്കുക. ആ ഒരു ഇസ്തിഅദാദ്, ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവും, നമ്മുടെ അവസ്ഥകൾ ഒക്കെ നന്നാവും, രഹസ്യവും പരസ്യവും ഒക്കെ നന്നാവും. അത് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വിത്തുകൾ പാകും. അള്ളാഹുവിനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കുമ്പോൾ എന്തൊരു അവസ്ഥ. നമ്മളെപ്പോഴും വളരെ ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. നബിയും സഹാബത്തൊക്കെ വലിയ വലിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. ഖുറാനുമായി ഹദീസുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. നമ്മളെപ്പോഴും ചെറിയ ചെറിയ ലോക്കൽ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. വളരെ നന്നേ ചെറിയ, വില കുറഞ്ഞ, ഒരിക്കലും ഒരു മൂല്യവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മുടെ മനസ്സ് വലുതാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഹദീസും സന്നിവേശിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുക. ഒരിക്കലും വൃത്തികെട്ട ഹൃദയത്തിലേക്ക് അള്ളാഹു അറിവ് തരൂല. ഏതറിവ് തരൂല? അള്ളാഹിനെ പേടിക്കാനുള്ള നമ്മൾ ഇന്ന് പറഞ്ഞ അറിവ് ഒരിക്കലും തരൂല. എന്തെങ്കിലുമൊക്കെ വിജ്ഞാനങ്ങൾ കൊടുത്തേക്കാം, നഹ്വും സർഫും, അല്ലെങ്കിൽ പിന്നെ ഉസൂൽ ഹദീസും ഉസൂൽ ഫിഖ്ഹും, അതും അല്ലെങ്കിൽ പിന്നെ ഫിഖ്ഹും അഖീദ ഒക്കെ പഠിച്ചേക്കാം. പക്ഷെ അള്ളാഹിനെ പേടിക്കാനുള്ള ഇൽമ് അത് അള്ളാഹു തൗഫീഖ് കൊടുത്ത ഹൃദയത്തിന് മാത്രമേ ഉള്ളൂ. അത് വേസ്റ്റും കൊട്ടയിൽ അള്ളാഹ് ഇടൂല, ഒരിക്കലും ഇടൂല. അള്ളാഹു ഒരിക്കലും മുത്ത് പവിഴങ്ങളെ, ഒരിക്കലും മൂല്യമുള്ള സാധനത്തെ, അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും മൂല്യമുള്ളതാണ് അള്ളാഹിന്റെ കലാം, അള്ളാഹിന്റെ സംസാരമാകുന്ന ഖുർആൻ, ഹദീസ്, അള്ളാഹിനെ പേടി, പറയപ്പെട്ട നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ മുറാഖബത്ത്, ഇഖ്ലാസ്, വറഅ്, ഖൗഫ് എന്നൊക്കെ പറഞ്ഞ ഈ ഗുണങ്ങൾ, ഇതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു ഹൃദയത്തിൽ, തോന്നിവാസം നിറഞ്ഞൊരു ഹൃദയത്തിൽ, മലിനത നിറഞ്ഞ ഹൃദയത്തിൽ വേസ്റ്റ് കൊട്ടിൽ അള്ളാഹ് കൊണ്ടിടൂല. അപ്പൊ ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ശൈത്താൻ വിത്തിടുമ്പോ തന്നെ ശ്രദ്ധിക്കുക. രണ്ട്, അള്ളാഹുവിനെ കാണാൻ വേണ്ടി നമ്മൾ റെഡിയായി നിൽക്കുക. അള്ളാഹുവിനോട് പേടി ഉണ്ടായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്ര ദിവസം, ഇന്ന് 6ാമത്തെ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ, ഇത്ര ദിവസം നമ്മൾ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹിന്റെ ദീനിനെ കുറിച്ചും ഹദീസുകൾ ഓതി, ആയത്തുകൾ ഓതി, പണ്ഡിതന്മാരുടെ ഖൗലുകൾ പറഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിച്ച് അപ്ലൈ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിനൊക്കെ അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കും അതുകൊണ്ടൊന്നും കിട്ടാല്ല, നിങ്ങൾക്കും അതുകൊണ്ടൊന്നും കിട്ടാണ്ടാവില്ല. നമ്മുടെ ഹൃദയം വൃത്തിയാക്കാൻ എപ്പോഴും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഹൃദയത്തെ ഉടമപ്പെടുത്തുന്നത് നമ്മളല്ല. നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലാണ്? അള്ളാഹിന്റെ കയ്യിലാണ്. നമ്മുടെ ഹൃദയം അള്ളാഹിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹിനോട് എപ്പോഴും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹിനെ മനസ്സിലാക്കി ജീവിക്കലാണ് ഏറ്റവും സുന്ദരമായ ജീവിതം. അള്ളാഹിനെ അറിഞ്ഞ് ജീവിക്കലാണ് ഏറ്റവും നല്ല ജീവിതം. ഹറാമില്ലാത്ത ജീവിതമാണ് ഏറ്റവും സൗന്ദര്യമുള്ള ജീവിതം. ഹറാമിന്റെ ആളുകൾക്ക് അതിൻ്റെതായ സുഖങ്ങളും ആസ്വാദനങ്ങളും, സിനിമ കാണുന്നതുകൊണ്ടും തോന്നിവാസം കാണുന്നതുകൊണ്ടും വൃത്തികേടുകൾ കാണുന്നതുകൊണ്ടും അവരവരുടെ അവയവങ്ങളെ സുഖിപ്പിക്കുന്നുണ്ടാകും. പക്ഷെ അതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള നിയമിഷിക്കാണ്. അള്ളാഹിനെ കൊണ്ടുള്ള സുഖം, അള്ളാഹിനെ കൊണ്ടുള്ള ആശ്വാസം, അള്ളാഹിനെ കൊണ്ടുള്ള നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന വൃത്തി, അത് കാലാകാലത്തേക്കുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ബുദ്ധിമാന്മാരാണെങ്കിൽ ഇതിനെ മുന്തിക്കുക. അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനോട് പേടിയുള്ളവരായി, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനോട് പേടിയുള്ളവരായി, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് പൂന്തോട്ടത്തെ പോലെ ഹൃദയമുള്ളവരായി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ അള്ളാഹു സുഗന്ധമുള്ളതാക്കട്ടെ, വൃത്തിയുള്ളതാക്കട്ടെ. നമ്മൾ ഇന്ന് ഒരുപാട് തെറ്റുകളും അപാകതകളും വന്നു പോയിട്ടുണ്ട്. നമ്മളിൽ നിന്ന് ഒരുപാട് മോശത്തരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ മോശത്തരം ചെയ്തവരാണ്. അള്ളാഹു നമ്മളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മളുടെ അപാകതകൾ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. هذا والله أعلم، واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا حبيبنا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.